ഹായ് മക്കളെ, പലപ്പോഴും നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് അല്ലേ, പ്രത്യേകിച്ച് മാത്തമാറ്റിക്സ്. ഇതൊക്കെ പഠിച്ചിട്ട് നമ്മുടെ ലൈഫിൽ എവിടെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നതല്ലേ. പല ആളുകൾക്കും അറിയില്ല എന്താണ് സെറ്റിനെ കൊണ്ടുള്ള ലൈഫിലുള്ള ഉപകാരം, എന്താണ് റിലേഷനെ കൊണ്ടുള്ള ലൈഫിലുള്ള ഉപകാരം, എന്താണ് ട്രിഗണോമെട്രി കൊണ്ടുള്ള ലൈഫിലുള്ള ഉപകാരം. കുറച്ചും കൂടി നമുക്ക് അപ്ലിക്കബിൾ ആയിട്ട് അല്ലെങ്കിൽ ഒരു ഹയർ ലെവലിലേക്ക് നോക്കുന്ന സമയത്ത് കെമിസ്ട്രിയും ഫിസിക്സും ഒക്കെ കുറച്ചുകൂടി മുന്നിൽ നിൽക്കുന്നുണ്ട്. പല കെമിക്കൽ മേഖലകളിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. ഫിസിക്സ് ആണെങ്കിലും പല ആക്ടിവിറ്റികളിലൊക്കെ നമ്മളത് കാണുന്നുണ്ട്. എന്നാൽ നഗ്നമായിട്ടുള്ള സത്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഫിസിക്സ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മാത്തമാറ്റിക്സ് വേണം. ഞാനിപ്പോൾ പറഞ്ഞു തന്നിരിക്കുന്നത് ഇതൊന്നും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. ഇപ്പോൾ ഈ നിമിഷം നിങ്ങൾക്ക് ഈ സബ്ജക്റ്റൊക്കെ പഠിക്കുന്നതിലൂടെ കിട്ടുന്ന വലിയൊരു ഉപകാരമുണ്ട്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടാമെന്ന വലിയൊരു അച്ചീവ്മെൻ്റ് ഉണ്ട്. എന്താണെന്നറിയോ? അത് നമ്മുടെ മാർക്കാണ്. അത് നേടിയിട്ടില്ലെങ്കിൽ ഒരു പക്ഷേ അത് നമ്മൾ അത്രത്തോളം ഡൗൺ ആക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്കിന് വേണ്ടി കുറച്ച് പഠിക്കുക. ആ പഠിക്കാൻ വേണ്ടി പല ആളുകൾക്കും പല എക്സാമുകൾ വരേണ്ടി വരും. സാധാരണ ഒട്ടുമിക്ക കുട്ടികളും എക്സാം ഒന്നും ഇല്ലാതെ പഠിക്കുന്നത് വളരെ കുറവാണ്. എക്സാമിൻ്റെ തലേ ദിവസങ്ങളിലോ അല്ലെങ്കിൽ 1-2 ആഴ്ചകൾക്ക് മുമ്പിലോ അല്ലെങ്കിൽ 1-2 മാസങ്ങൾക്ക് മുമ്പൊക്കെയാണ് പൊതുവെ എല്ലാവരും തുടങ്ങാറുള്ളത്. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നിങ്ങൾ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പല ആളുകളും, ഞാനൊക്കെ +2 പഠിക്കുന്ന സമയത്ത് +1 പഠിക്കുന്ന സമയത്ത് നല്ല പഠിപ്പിച്ചതായുള്ള കുട്ടികൾ നമ്മുടെ ക്ലാസ് റൂമുകളിലുണ്ടാവും. അപ്പോൾ അവരൊക്കെ വീട്ടിൽ പോയി നോക്കുകയാണെങ്കിൽ അവരൊക്കെ അല്ലെങ്കിൽ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കും. ട്യൂഷനുകളായിട്ടും വീട്ടിൽ വന്നാൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക, പ്രോബ്ലം ചെയ്തുകൊണ്ടിരിക്കുക. 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ച ഒരു സ്ട്രക്ചറിൽ നിന്ന് മെൻ്റലി ഡിഫറൻ്റ് ആയിക്കൊണ്ട് എല്ലാ ദിവസവും പഠിച്ചു വരുന്ന സ്ട്രക്ചറിലേക്ക് നിങ്ങൾ മാറുക. അതൊക്കെ ഒരു പഠിപ്പിയായ എന്നൊരു സൂചനയാണ് അല്ലേ. സോ എന്ത് തന്നെയാണെങ്കിലും മാർക്ക് വാങ്ങുക എന്നത് തന്നെയാണ് നമ്മുടെ അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്. ആ മാർക്ക് വാങ്ങണമെങ്കിൽ ഒരുപാട് കടമ്പകൾ നമ്മൾ കടക്കേണ്ടതുണ്ട്. പല കുട്ടികൾക്കും അറിയാം, ഒരുപാട് കഷ്ടപ്പെട്ട് പഠിച്ചാലും മാർക്ക് കിട്ടാത്ത ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ +1 എത്തുന്ന സമയത്ത് അതിനെന്തെങ്കിലും പരിഹാരം ഉണ്ടോ? അങ്ങനെ കുറേ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകിട്ട് കൃത്യം 7 മണിക്ക് നമ്മൾ ലോഞ്ച് വരുന്നുണ്ട്. ആ ലോഞ്ച് ഒരുപാട് കാര്യങ്ങൾ നിങ്ങളോട് പുതുതായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അതുകൊണ്ട് മിസ്സാക്കരുത്. എല്ലാ ഫ്രണ്ട്സോടും വരാൻ പറയുക. ലിങ്ക് താഴെയുണ്ട്. സോ നിങ്ങൾക്ക് ഇനി വേറെ എന്തെങ്കിലും +1 ബന്ധപ്പെട്ട് എന്തെങ്കിലും കൺസേൺസ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. സോ ഈ വീഡിയോ എല്ലാ കുട്ടികൾക്കും അയച്ചു കൊടുക്കുമെന്ന പ്രതീക്ഷയോടുകൂടി ഇറ്റ്സ് മീ ഷാഹിദ് റംസാൻ ലേണിംഗ്. ബൈ.